എനിക്ക് ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് എനിക്ക് മെച്ചമില്ലാത്ത അവസ്ഥയാണ്. എനിക്ക് കുറച്ച് സാമ്പത്തികമായി മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് പറയേണ്ടത്? ഞാൻ പറഞ്ഞിട്ട് അയ്യോ എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ എനർജി ലെവൽ എന്തായിരിക്കും എന്നുള്ളത്. നമ്മുടെ എനർജി ലെവൽ തീരെ ലോ ആയിരിക്കും അല്ലെ. എനിക്ക് പല ചിന്തകളും ഉണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം ഞാൻ പുതിയ ഞാനാണ്. ആ പുതിയ എന്നിലേക്കുള്ള സജഷൻസ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് രേഷ്മ രാധാകൃഷ്ണൻ. ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ആൻഡ് ഓൾസോ സർട്ടിഫൈഡ് ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് വെൽനസ് കോച്ച് ആൻഡ് ബ്രെയിൻ ആൻഡ് മൈൻഡ് പീക്ക് പെർഫോമൻസ് കോച്ച് ആൻഡ് ന്യൂറോ സയൻസ് ആൻഡ് സ്പിരിച്വൽ റിസർച്ചർ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ന്യൂറോ സയൻസ് പെർസ്പെക്റ്റീവില് എങ്ങനെയാണ് നിങ്ങൾക്ക് അഫോർമേഷൻസ് അല്ലെ, അഫോർമേഷൻസിനെ പറ്റി ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഈ അഫോർമേഷൻസ് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. നമുക്ക് പല ടൂൾസും ടെക്നിക്സും ഒക്കെ അറിയുന്നുണ്ടാവും അല്ലെ, അഫർമേഷൻസ്, വിഷ്വലൈസേഷൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ എത്ര പേരാണ് ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാറുള്ളത്? എത്ര പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്? ഞാനും അതുപോലെ ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം അറ്റൻഡ് ചെയ്ത് ഒരുപാട് പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കും. പക്ഷെ ഒരു കാര്യം അപ്ലൈ ചെയ്യുന്ന ലെവലെത്തുമ്പോൾ, ആക്ഷൻ എടുക്കുന്ന ലെവലെത്തുമ്പോൾ ഞാനൊന്ന് ബാക്കിലോട്ട് വലിയും. അപ്പോൾ ഞാൻ എന്താണോ എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങിയത്, അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു മാജിക്കൽ റിസൾട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുക. കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എനർജി കൺസേർവിങ് ഓർഗൻ. അതായത് ബ്രെയിനിന് ഒരിക്കലും നമ്മുടെ എനർജി പുറത്തോട്ട് കൊടുക്കുക, അതായത് എനർജി കൊടുത്തിട്ടൊരു കാര്യം ചെയ്യുന്നത് ബ്രെയിൻ ഇഷ്ടമല്ല. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും? ബ്രെയിൻ നമ്മൾ പുതുതായിട്ട് ഒരു കാര്യം ചെയ്യാൻ നമ്മളെ സമ്മതിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് പണിയെടുപ്പിക്കണം. അതായത് നമ്മൾ എന്തോരം ആക്ഷൻ എടുക്കുന്നു, എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നു, അതനുസരിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിനിനകത്ത് ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അഫോർമേഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ടൂളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇന്ന് പറയുന്ന പോലെ നിങ്ങൾ അഫോർമേഷൻസ് കറക്റ്റായിട്ട് എഴുതി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മിറാക്കിൾസ് റിസൾട്ട് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അഫർമേഷൻസ് എന്ന് പറയുന്നത് സിംപ്ലി ഇറ്റ്സ് എ സെറ്റ് ഓഫ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. അതായത് നമ്മൾ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ വേണ്ടത്, നമ്മൾ എങ്ങനെയായി തീരണം, അത് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിക്കുന്ന സർട്ടൻ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സിനാണ് നമ്മൾ അഫർമേഷൻസ് എന്ന് പറയാം. എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് എനിക്ക് മെച്ചമില്ലാത്ത അവസ്ഥയാണ്. എനിക്ക് കുറച്ച് സാമ്പത്തികമായി മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് പറയേണ്ടത്? ഞാൻ പറഞ്ഞിട്ട് അയ്യോ എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ എനർജി ലെവൽ എന്തായിരിക്കും എന്നുള്ളത്. നമ്മുടെ എനർജി ലെവൽ തീരെ ലോ ആയിരിക്കും അല്ലെ. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? ഞാൻ അനുനിമിഷം സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു. കണ്ണടച്ച് പറഞ്ഞു നോക്കി, ഞാൻ നിമിഷം സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മളോട് തന്നെ പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മളോട് തന്നെ പറയാം. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഉള്ളിൽ വരുന്ന ഇന്നർ ടോക്ക് ഉണ്ടാവുമല്ലോ, എന്നെ ഒന്നിനും പറ്റില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, അത്തരത്തിലുള്ള ടോക്സും കാര്യങ്ങളെല്ലാം മാറ്റി നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ടോക്ക്, നിങ്ങൾക്ക് വേണ്ട ലൈഫ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിനെ കൂടെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമുക്കൊരു ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോസിറ്റീവ് മോട്ടിവേഷൻ വീഡിയോസ് കണ്ടതുകൊണ്ടോ ഒന്നും നമുക്ക് നമ്മുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. അതിന് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ റീവയർ ചെയ്യണം. ബ്രെയിനിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പാറ്റേൺസിനെ മാറ്റി പുതിയ പാറ്റേൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ നമ്മൾ ഈ അഫർമേഷൻസ് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബ്ലോക്സ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു നമുക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്രശ്നമുള്ള ആള് പറയണം ഐ ആം എ മില്യണിയർ, ഞാൻ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മുടെ മൈൻഡ് പറയും നിന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ, പിന്നെ നീ എങ്ങനെ പോവും എന്നൊരു ചിന്ത വരും. അപ്പം നമ്മൾ പലരും അഫർമേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്ത വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതിന് നമ്മൾ കോഗ്നിറ്റീവ് ഡിസറൻസ് എന്നാണ് നമ്മൾ ന്യൂറോ സയൻസിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്ത വരുന്ന സമയത്ത് നമ്മൾ പറയണം ഇത് പുതിയ എന്നിലേക്കുള്ള ഞാൻ കൊടുക്കുന്ന സജഷൻസ് ആണ്. പണ്ട് എനിക്ക് പല ചിന്തകളും ഉണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം ഞാൻ പുതിയ ഞാനാണ്. ആ പുതിയ എന്നിലേക്കുള്ള സജഷൻസ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ അഫർമേഷൻസ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. കാരണം പുതിയ എനിക്കുള്ള സജഷൻസ്, അത് ഞാൻ സമൃദ്ധി ഇനി ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇനി ഞാൻ എൻ്റെ ചിന്ത അങ്ങനെ കൊടുക്കുള്ളൂ. ഇപ്പം എൻ്റെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ അതിലോട്ട് ഞാൻ നോക്കുന്നില്ല, ഇനി എനിക്ക് വേണ്ട കാര്യത്തിലോട്ട് മാത്രമുള്ള സജഷൻസ് ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ചിന്തയോട് കൂടി നിങ്ങൾ അഫർമേഷൻസ് പറയാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു കോഗ്നിറ്റീവ് ഡിസറൻസ്, ആ ഒരു ബ്ലോക്കേജ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. പലരും അഫർമേഷൻ നിർത്താൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്കേജ് ഉള്ളതുകൊണ്ട് മാത്രമാണ് പലരും ഈ അഫർമേഷൻസ് ആയിട്ട് മുന്നോട്ട് പോകാത്തത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജ് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പവർഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് മാറ്റിമറിക്കുന്ന രീതിയിൽ അഫർമേഷൻസ് യൂസ് ചെയ്യാമെന്ന് നോക്കിയാലോ. ഓക്കെ,
അപ്പോൾ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന രീതിയിൽ അഫർമേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബുക്ക് എടുക്കാം. ഈ ബുക്ക് എടുത്തതിന് ശേഷം നിങ്ങളിതിൽ നിങ്ങളുടെ അഫർമേഷൻസ് എഴുതുക കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ദയവ് ഇതൊന്ന് മാറ്റി വെക്കരുത്, നാളെ ചെയ്യാം. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു, എപ്പോഴും എല്ലാ കാര്യവും മാറ്റി വെച്ച് ഒന്നും ചെയ്യില്ല. എല്ലാ വീഡിയോസും കാണുമ്പോൾ വിചാരിക്കും എനിക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കും. പക്ഷേ ലൈഫിൽ ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പണിയെടുക്കണം, നിങ്ങൾ ആക്ഷൻ ചെയ്യണം. നിങ്ങൾ ബുക്കും പെന്നൊക്കെ എടുത്ത് എഴുത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആ മാറ്റങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആദ്യം ബുക്ക് എടുക്കാം. അപ്പം ഞാൻ എൻ്റെ അഫർമേഷൻസ് ഇതാണ്, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന അഫർമേഷൻസ് ആണിത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ്, അപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എക്സാംസ് ഞാൻ വിജയിക്കുന്നു, എൻ്റെ എക്സാം ഞാൻ വളരെ നന്നായിട്ട് എനിക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നു, എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ എനിക്ക് സാധിക്കുന്നു, എനിക്ക് എൻ്റെ പഠനം മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, എനിക്ക് ക്ലാസ് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നു, എൻ്റെ എക്സാംസ് റിസൾട്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് 50-ലാണ്, എനിക്ക് 50-40 മേലെ മാർക്ക് എനിക്ക് കിട്ടി, എനിക്ക് ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അഫർമേഷൻസ് എഴുതാം. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പ്രസന്റ് ടെൻസിൽ എഴുതുക, കിട്ടിക്കഴിഞ്ഞതായിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് അങ്ങനെ എഴുതുമ്പോൾ ഒരു വിശ്വാസ കമ്മി അങ്ങനെ നല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആകുന്നു എന്ന് എഴുതാം, ഞാൻ എൻ്റെ എക്സാംസിൽ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നിങ്ങൾ ഡൗട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ എന്നെ പറയാം കേട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾസ് പറഞ്ഞില്ല അഫർമേഷൻ്റെ. അപ്പോൾ ആദ്യം നിങ്ങളത് എഴുതി വെക്കുക. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് എന്താണ് വേണ്ടത് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് ഞാൻ എൻ്റെ അഫർമേഷൻസ് ആയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പം ഇതെൻ്റെ പേഴ്സണൽ അഫർമേഷൻ എന്ന് പറയുമ്പോൾ ഐ ആം വാല്യുബിൾ, ഐ ആം പ്രഷ്യസ്, എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്യൂ ഉണ്ട്, ഇതിലത് വരുമ്പോൾ എന്നെ ആർക്കും ഇഷ്ടമല്ല. സോ നമ്മൾ ഈ പരാതിയും പരിഭവവും പറഞ്ഞ ഒരാൾക്കും നമ്മളെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ചും വരില്ല. മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ എനർജി ലെവലാണ് നമ്മൾ അഫർമേഷൻ പറയുന്നതിലൂടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ പേഴ്സണൽ അഫർമേഷൻ നമ്മൾ എഴുതി വയ്ക്കാം. ഓക്കെ, നിങ്ങൾക്ക് എഴുതാം ഐ ആം വാല്യുബിൾ, ഐ ആം വർത്തി, എല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്, ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ്, അല്ലെങ്കിൽ ഐ ആം കോൺഫിഡൻറ്റ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ. പിന്നെ ഫിനാൻഷ്യലിലാണെങ്കിൽ സമ്പൽ സമൃദ്ധി എന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞാൻ നിമിഷം റിച്ച് ആയിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്നും പൈസ വന്നുകൊണ്ടേയിരിക്കുന്നു, ഞാനൊരു മണി അട്രാക്റ്റിംഗ് ഒരു കാന്തമായി ഞാൻ മാറിയിരിക്കുന്നു, എനിക്ക് മണി അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഞാൻ എല്ലാത്തിനും ഡിസേർവിങ് ആണെന്ന് നമ്മൾ പറയണം. ഞാൻ ഡിസേർവിങ് ആണ് അല്ലേ, എനിക്ക് ഇതെല്ലാം കിട്ടുന്ന അർഹതയുള്ള വ്യക്തി. പലർക്കും എന്ന പ്രശ്നം അറിയും, അർഹതയില്ല എന്നൊരു തോന്നലാണ്. എനിക്കിതൊക്കെ കിട്ടുന്ന അർഹതയുണ്ടോ? നിങ്ങൾക്ക് ഇന്നലെ വരെ അർഹത ഉണ്ടായിട്ടില്ലായിരിക്കാം, പക്ഷെ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, ആ രീതിയിൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾ മാറ്റിമറിക്കാൻ പോകണം. നിങ്ങൾ അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. എന്താണ് വേണ്ടത് അത് നിങ്ങൾ പ്രസന്റ് ടെൻസിൽ എഴുതി വെക്കുക. എന്നിട്ട് അപ്പോൾ ആ സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു. ഓക്കെ, പ്രസന്റ് ടെൻസിൽ നമുക്ക് എഴുതി വെക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തതെന്നറിയാം, ഈ ഒരു അഫർമേഷൻ നമ്മൾ സൗണ്ടിൽ പറയാത്തില്ല. അതായത് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ സൗണ്ടിൽ ഇത് പറയും. സൗണ്ട് ഹെവി സൗണ്ട് അല്ല, കുറച്ച് സൗണ്ട് എടുത്തിട്ട് ഇപ്പം ഐ ആം വാല്യുബിൾ, ഐ ആം പ്രഷ്യസ് അങ്ങനെ നമ്മൾ പറയണം. ഞാൻ വാല്യുബിൾ ആണ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലാതെ ഇതിങ്ങനെ കഥ പോലെ വായിച്ചു പോയത്. ഐ ആം വാല്യുബിൾ, ഐ ആം പ്രഷ്യസ്, ഐ ആം വർത്തി, ഗോഡ് ഈസ് വിത്ത് മീ അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നമ്മൾ ഐ ആം വാല്യുബിൾ, ഞാൻ വാല്യുബിൾ ആ ഒരു വ്യക്തിയാണ്, എല്ലാവർക്കും എന്നോട് ഇഷ്ടമാണ് എന്നൊക്കെ ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ അഫർമേഷൻസ് പറയാം. ഓക്കെ, രാത്രി കിടക്കുന്നതിന് മുമ്പും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടും. അപ്പം മാത്രമല്ല, നമുക്ക് എപ്പോൾ ഇരിക്കുമ്പോഴും നമുക്കിങ്ങനെ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. നമുക്കിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ബസ്സിൽ പോവുകയാണെങ്കിൽ ഞാൻ സന്തോഷമുള്ള ഒരു വ്യക്തിയാണ്, സന്തോഷം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു, അത് നിമിഷം സന്തോഷം എന്നിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് ഈ നെഗറ്റീവ് ടോക്സും കാര്യങ്ങളൊക്കെ നമ്മളിത് മാറി നമ്മുടെ ബിലീഫ് സിസ്റ്റം മാറുകയാണ്, നമ്മുടെ എനർജി മാറുകയാണ്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം ആ രീതിയിൽ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പേപ്പറിൽ എഴുതി, അപ്പം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അഫർമേഷൻസ് വായിക്കുന്ന പറയുമ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് നമ്മൾ മനസ്സിൽ കാണാം ഞാൻ മില്ലിയണിയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊടീശ്വരനാണ് എന്നുള്ള സന്തോഷത്തോടു കൂടി നല്ല ബോഡി ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത്, പിന്നെ ഒടിഞ്ഞു തോന്നിയിരിക്കാതെ ഇങ്ങനെ കൈയൊക്കെ വീശി നല്ല ബോഡി ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ വായിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ സൗണ്ട് എനർജി എന്ന് പറയും. അതായത് നമ്മുടെ സൗണ്ടിന് ഒരു എനർജി ഉണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട്, അതുകൂടി ഈ നമ്മുടെ ചിന്തകളായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ അതിന് പവർ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് സൗണ്ട് യൂസ് ചെയ്യുക. അപ്പോൾ പ്രസന്റ് ടെൻസ് അഫർമേഷൻസ് ബുക്കിൽ എഴുതി വെക്കുക. അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് രാവിലെ നമ്മൾ സൗണ്ടിൽ അത്യാവശ്യം സൗണ്ടിൽ നല്ല എനർജറ്റിക് ആയിട്ട് സന്തോഷത്തോടു കൂടി വായിക്കുക. ഓക്കെ,
ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അഫർമേഷൻസ് ഒരു പേപ്പറിലാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങൾക്ക് വെക്കാം. ഒരു ചെറിയ സ്റ്റിക്കി നോട്ട് കിട്ടുമല്ലോ. അപ്പോൾ വേണ്ട കുറച്ച് അഫർമേഷൻസ് നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ടായിട്ട് നിങ്ങൾക്ക് കണ്ണാടിയുടെ മുമ്പിൽ വെക്കും. നിങ്ങൾക്ക് ഏറ്റവും അർജൻറ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റേണ്ട കാര്യം, നിങ്ങൾക്കിപ്പോൾ ജോലിയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ഇന്ന കമ്പനിയിൽ ഇന്ന ജോലി കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞിട്ടോ, ഇന്ന ജോലി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാടിയുടെ മുന്നിൽ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട് പോലെ നിങ്ങൾക്ക് എഴുതി വയ്ക്കും. അപ്പോൾ മിറർ നോക്കി നമ്മൾ ഇത് പറയുമ്പോൾ ഇതിന് എഫക്റ്റ് കൂടുതലാണ്, കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് മിററിൽ എഴുതി വയ്ക്കാം, ഒരു സ്റ്റിക്കി നോട്ട് പോലെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് റൂമിൽ നിങ്ങൾക്ക് ചെയ്യാം. റൂമിൽ നിങ്ങൾക്ക് പേപ്പർ എടുക്കുക, ആ പേപ്പറിൽ നിങ്ങൾ അഫർമേഷൻസ് എഴുതിയിട്ട് നിങ്ങൾക്ക് ആ റൂമിൽ ഒട്ടിക്കുക. നമ്മൾ കാണുന്ന സ്ഥലത്ത് മൊത്തം നമ്മൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ലൈഫിൽ ആ മാറ്റങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ റൂമിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒട്ടിക്കാം. അപ്പോൾ റൂമിൽ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അഫർമേഷൻസ് പറയുന്ന സമയത്ത് നമ്മൾ നല്ല ഇമോഷൻസ് നമ്മൾ കൊടുക്കുക. ഐ എം ഹാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫീൽ ചെയ്യുക, ആ ഒരു അഫർമേഷൻസും കാര്യങ്ങളും, ആ ഒരു എന്താ പറയുക ബിലീഫ്, നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതി വെക്കുക, പ്രസന്റ് ടെൻസിൽ എഴുതി വെക്കുക. എഴുതി വെച്ച കാര്യം രാത്രി കിടക്കുന്നതിന് മുൻപും രാവിലെ നമ്മൾ അത്യാവശ്യം സൗണ്ടിൽ നല്ല ബോഡി ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ പറയുക, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം വാല്യൂബിൾ എന്ന് നമ്മൾ കൈയൊക്കെ ഉയർത്തി സന്തോഷത്തോടുകൂടി പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് അത് അഫേം ചെയ്യാനുള്ള ടെൻഡൻസീസ് കൂടുതലാണ്. പിന്നെ ഓൾ നമ്മുടെ റൂമിൽ നമ്മൾ കാണുന്ന സ്ഥലത്ത് ആ അഫർമേഷൻസ് നമ്മൾ എഴുതിയിട്ട് നമ്മൾ വെക്കുക. ചാർട്ട് പേപ്പറൊക്കെ കട്ട് ചെയ്ത് അത് നമ്മൾ അഫർമേഷൻസ് എഴുതിയിട്ട് നമ്മൾ നമ്മുടെ റൂമിൽ വെക്കുക. അപ്പോൾ എന്നും നമ്മൾ റൂമിൽ നോക്കുമ്പോൾ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. ഓൾറെഡി നിങ്ങൾ ബുക്കിലുണ്ട്, പക്ഷേ നമ്മൾ ബുക്കിൽ നമ്മൾ എപ്പോഴും തുറന്ന് കാണില്ലല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും റൂമിലേക്ക് വരുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് അഫർമേഷൻസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് വേണ്ട അഫർമേഷൻ നിങ്ങൾക്ക് മിററിൽ എഴുതി ഒട്ടിക്കാം. മിററിൽ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ടിൽ എഴുതി ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മിറർ നോക്കി നിങ്ങൾ പറയുമ്പോൾ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് റിഫ്ലക്ഷൻ കൂടുതലാണ്. നിങ്ങളുടെ തന്നെ നോക്കി പറയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ അഫർമേഷൻസ് നിങ്ങൾ ഈ രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിനെ മാറ്റം മറിക്കാൻ സാധിക്കും. പിന്നീടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അഫർമേഷൻസ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 10 ദിവസത്തിലോ 15 ദിവസത്തിലോ മാറ്റങ്ങളൊന്നുമില്ല, പലരും നിർത്തുമല്ലേ. പക്ഷെ നമ്മൾ 30 ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് ഈ അഫർമേഷൻസിൻ്റെ എഫക്റ്റ് നമ്മുടെ ലൈഫിൽ കണ്ടു തുടങ്ങും. അതായത് നമ്മൾ മിനിമം ഒരു 30 ഡേയ്സിൽ നമ്മൾ ഈ അഫർമേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അപ്പോഴാണ് നമുക്ക് പയ്യനെ നമ്മളെ ആ ഒരു ബിലീഫ് സിസ്റ്റംസ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് പുതിയൊരു നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം. ഒരാൾ നമുക്ക് എഫേർട്ട് എടുക്കാൻ വരില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെ മാറ്റുക, നമ്മുടെ ഉള്ളിലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പടി. അതിന് നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതിയാവും. അപ്പോൾ അതിന് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലോട്ട് മാത്രം നിങ്ങളുടെ തോട്ടിനെ ഫോക്കസ് ചെയ്യുക. പല രീതിയിലുള്ള നെഗറ്റീവ് തിങ്സ് നിങ്ങളെ വരും. അപ്പോൾ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഹൈ ലെവലിൽ അപ്ലിഫ്റ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ അഫർമേഷൻസ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ നിരന്തരം നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യം എത്ര മോശമാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലോട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യിപ്പിക്കാൻ അഫർമേഷൻസ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോകില്ല. ഞാൻ സമൃദ്ധിയിൽ നിന്നും സമൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചുറ്റും എത്ര മോശം സാഹചര്യമാണ് നിങ്ങൾ അത് തന്നെ വിശ്വസിക്കും. അപ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ അതിലോട്ട് മാറും. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം അതനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറി തുടങ്ങും. നിങ്ങൾക്ക് പുതിയ പുതിയ അച്ചീവ്മെൻറ്റ്സും പുതിയ ഓപ്പർച്യൂണിറ്റീസും എല്ലാം വരും. അപ്പോൾ ഈ കാണുന്ന വ്യക്തി ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കാം, ചിലപ്പം വേറെ വ്യക്തികളായിരിക്കാം, പല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ ലൈഫിലോട്ടുള്ള അഫർമേഷൻ നിങ്ങൾക്ക് പറയാം. ഒരിക്കലും സാഹചര്യത്തെ നോക്കി സങ്കടപ്പെട്ടിരിക്കാതെ ആ സാഹചര്യത്തെ മാറ്റി മറിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് ഉറപ്പായിട്ടുള്ള കാര്യം. നമുക്ക് ഏത് സാഹചര്യമാണെങ്കിലും മനുഷ്യന്, നമ്മുടെ ഹ്യൂമണിന് ആ ഒരു ക്രിയേറ്റീവ് പവർ ഉണ്ട് ഇതെല്ലാം മാറ്റിമറിക്കാൻ. പക്ഷേ നമ്മളത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യണമെന്ന് മാത്രം. അതിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് നമുക്ക് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നാളെ തൊട്ടിട്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ബുക്ക് എടുക്കുക, കാര്യങ്ങൾ എഴുതുക, നമ്മൾ പറഞ്ഞ പോലെ സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാം. 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളത് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റം കണ്ടറിയാൻ സാധിക്കും. 1-2 ദിവസം നിങ്ങൾ ചെയ്തിട്ട് വിട്ട് കളയരുത്. പിന്നെ നമുക്ക് ആ ഒരു മാറ്റം കാണാൻ സാധിക്കും. നമ്മുടെ ബ്രെയിനകത്ത് ന്യൂറൽ പാത്വേസിനെ നമുക്ക് പുതിയ ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി സാധിക്കും. സോ ട്രൈ ഇറ്റ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ് ആൻഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ് ആൻഡ് ചേഞ്ച് ഇറ്റ്.